നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ദീപാവലി കഴിഞ്ഞതേ ഉള്ളൂ. റെക്കോർഡ് കച്ചവടമാണ് ദീപാവലിക്ക് നമ്മുടെ രാജ്യം, അതിനാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡബിൾ ഹാപ്പിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അത് വ്യക്തവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഓൾ ഇന്ത്യ റേഡിയോയിലെ മൻ കി ബാത്ത് പരിപാടിയുടെ 127ാമത് എപ്പിസോഡിൽ രാജ്യത്തുടനീളം വിദേശത്തുമുള്ള ആളുകളുമായി വിവിധ വിഷയത്തെക്കുറിച്ച് തൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഉത്സവകാലത്ത് തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ വാങ്ങലിൻ്റെ വൻ വർധനവിൻ്റെയും ശുചിത്വ സംരംഭങ്ങളെയും അദ്ദേഹം തോരാതെ പ്രശംസിച്ചു എന്നുള്ളതാണ്. മൻ കി ബാത്തിൽ പരിപാടിയിൽ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഈ വർഷം തദ്ദേശീയ വസ്തുക്കളുടെ വാങ്ങലിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ ആവേശത്തോടെയാണ് ഉത്സവ പ്രതീതി കാണുന്നത്. GST സേവിങ്സ് ഫെസ്റ്റിവലിനെ കുറിച്ച് ആളുകൾ വളരെ ആവേശത്തിലാണ്. ഉത്സവങ്ങളിൽ വിപണികളിൽ തദ്ദേശീയ വസ്തുക്കളുടെ വാങ്ങലിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം 10% കുറയ്ക്കണമെന്ന തൻ്റെ നിർബന്ധത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. അതിനോട് ആളുകൾ വളരെ പോസിറ്റീവായി ഇപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പോരാത്തതിന് ശുചിത്വത്തിനായുള്ള സവിശേഷമായ ചുവടുവയ്പ്പിനെ ഛത്തീസ്ഗഡിലെ അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷനെ പ്രധാനമന്ത്രി മോദി പ്രശംസിക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ മാലിന്യ കഫേകൾ നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിന് പകരമായി നിങ്ങൾക്കൊരു മുഴുവൻ ഭക്ഷണവും ലഭിക്കുന്ന സ്ഥലമാണിത്. ഈ സംരംഭത്തിന് കീഴിൽ ഒരാൾ 1 കിലോഗ്രാമിൽ കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്നാൽ അയാൾക്ക് ഉച്ചഭക്ഷണമോ അത്താഴമോ അവിടെ നിന്ന് കഴിക്കാനായി സാധിക്കും. 1/2 കിലോഗ്രാം പ്ലാസ്റ്റിക് കൊണ്ടുവന്നാൽ പ്രഭാത ഭക്ഷണം ലഭിക്കുമെന്നുള്ളതാണ് ഈ കഫേയുടെ പ്രത്യേകത. അപ്പോൾ ഇതിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. റിയ എന്ന നായയെയും പ്രധാനമന്ത്രി പ്രശംസിച്ചിട്ടുണ്ട്. അത് സുരക്ഷാ സേനയിൽ തദ്ദേശീയ നായ്ക്കളുടെ പ്രാധാന്യത്തെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം ലക്നൌവിൽ നടന്ന അഖിലേന്ത്യാ പോലീസ് ഡ്യൂട്ടി മീറ്റിൽ റിയ എന്ന നായ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നും പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.